കരുണാപുരത്തെ വഴിവിളക്ക് വിവാദത്തിൽ പ്രതികരണവുമായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. വഴിവിളക്കുകൾ സ്ഥാപിക്കുവാൻ കരാറെടുത്ത കമ്പനി പഞ്ചായത്തിനെ വഞ്ചിച്ചതായി ഭരണസമിതി കണ്ടെത്തി. ഇതിനെ തുടർന്ന് സ്ഥാപിച്ച വഴിവിളക്കുകൾ അഴിച്ചുമാറ്റി തിരികെ കൊണ്ടുപോകാൻ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഏകകണ്ഠമായാണ് തീരുമാനിച്ചത്. പക്ഷേ പ്രതിപക്ഷം രാഷ്ട്രീയ ദുഷ്ലാക്കോടെ വ്യാജപ്രചരണം നടത്തുകയാണെന്നും ഭരണസമിതി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ അംഗങ്ങൾ വഴിവിളക്ക് സ്ഥാപിക്കുന്നതിലൂടെ ഉദ്യോഗസ്ഥരും ഭരണസമിതിയിലെ ചില അംഗങ്ങളും അഴിമതി നടത്തുവാൻ കളമൊരുക്കുന്നതായി ആരോപണമുന്നയിച്ച് രംഗത്ത് വന്നത്. പഞ്ചായത്തിൽ വ്യാപകമായി വഴിവിളക്കുകൾ സ്ഥാപിക്കുകയും ഇതിന് അമിത തുക ഈടാക്കുവാൻ നീക്കം നടക്കുകയും ചെയ്തതായിരുന്നു ആരോപണം. ഇതിനാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മറുപടി നൽകുന്നത്. നിലവാരമില്ലാത്ത വഴിവിളക്കുകളാണെന്ന് കണ്ടെത്തിയതോടെ അടിയന്തര കമ്മിറ്റി ചേർന്ന ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ തീരുമാനമെടുത്തതാണ്. എന്നാൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഇപ്പോൾ വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണെന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാമ്മ ഗോപിനാഥ് വ്യക്തമാക്കുന്നത്. കർണാടക പഞ്ചായത്തിൽ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ട്രീറ്റ് ലൈറ്റ് ഇടുക എന്നൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് 2 ആഴ്ചയ്ക്ക് മുമ്പ് ലൈറ്റുകൾ ഇവിടെ കൊണ്ടുവരികയും എന്നാൽ ആ ലൈറ്റുകൾ എഗ്രിമെന്റ് വെച്ചതിന് ശേഷമല്ല ഇവിടെ വന്നത്. അല്ലാതെ തന്നെ കൊണ്ടുവരികയും അത് ഇടുകയും പെട്ടെന്ന് തന്നെ ഇട്ടിട്ട് അവർക്ക് വേറെ 3000 ലൈറ്റുകൾ വേറെ ഇടാനുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് നടത്തിയില്ല എങ്കിൽ ഏപ്രിൽ മാസത്തിലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ എന്ന ഒരു വ്യാജ പ്രചരണവുമായിട്ടാണ് കമ്പനിക്കാർ ഇവിടെ എത്തിയത്. എന്നാൽ ആ ലൈറ്റ് ഇട്ടതിന്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഇതിന് പവർ കുറവും അതുപോലെ തന്നെ ചില ലൈറ്റുകൾ അന്നേരം തന്നെ കെട്ടുപോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഭരണ പ്രതിപക്ഷം ഒന്നടങ്കം പഞ്ചായത്ത് കമ്മിറ്റിയിൽ പറയുകയും പഞ്ചായത്ത് കമ്മിറ്റി ഏകകണ്ഠമായിട്ട് ആ ലൈറ്റ് അഴിച്ചു മാറ്റുന്നതിനും പുതിയ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മറവില് ചില രാഷ്ട്രീയ പാർട്ടികൾ നമ്മളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അടിയന്തരമായി റീടെൻഡർ വിളിച്ച് ഗുണമേന്മയുള്ള വഴിവിളക്കുകൾ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും സ്ഥാപിക്കുമെന്നും ഭരണസമിതി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.